ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണേ. അപ്പോൾ രാവിലെ ഞങ്ങൾ പതിവ് പോലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അതിലൊരു പട്ടി പോയി. അപ്പോൾ അതിനെ ഓടിക്കാനാണ് ഞാൻ ലൂക്കാച്ചനോട് പറഞ്ഞത്. അപ്പോൾ ലൂക്കാച്ചനെ കൈയൊക്കെ കൂട്ടി അതിനെ ഓടിക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിള്ളേരെ എഴുന്നേൽക്കുമ്പോൾ അവരെയും കൊണ്ടിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ വന്നിരിക്കും. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ സിറ്റൗട്ടിലിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇസക്കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അവൾക്ക് സ്കിന്നിനൊക്കെ ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ചെറിയൊരു പിമ്പിൾസൊക്കെ ഇങ്ങനെ കാലിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കണം. അപ്പോൾ ഇന്നലെ കാണിക്കണം എന്ന് വിചാരിച്ചതാണേ, പക്ഷേ നടന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ ഏറ്റപ്പോഴത്തേക്കും പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴത്തേക്കും ആ ഡോക്ടർ ലീവാണ്, അവിടെ ഇന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ വിളിച്ചു. മുന്നേ ലൂക്കാച്ചിനൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരുന്നു, നല്ല ഡോക്ടറാണേ. അപ്പോൾ പിന്നെ അവിടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ നല്ല തിരക്കാണ്, എപ്പോഴും നല്ല തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ചടപടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം റെഡി ആവണം. എന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയും പിന്നെ ഞാനൊരു കോഫി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതുമാണ് കമ്പനിക്ക് ഒക്കത്തെ ഒരാളുണ്ട് കേട്ടോ. അവൾക്കിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അവൾക്കും വേണമെന്നൊരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുക, പ്ലേറ്റിലേക്ക് നോക്കുക, നമ്മൾ കഴിക്കുന്ന സാധനത്തിലേക്ക് നോക്കുക. ചില സമയത്തൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരും. ഇപ്പോൾ 5 മാസമായി. അപ്പോൾ അവൾക്ക് കഴിക്കാനൊക്കെയുള്ളൊരു ത്വര കൂടി വരുന്നുണ്ട്. പാവ എന്നാ ചെയ്യാനല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യടി എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. 6 മന്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് മുത്താലി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചടപടയിൽ റെഡി ആവണം. ഒരു 9-10 മണിയാകുമ്പോഴത്തേക്കെങ്കിലും ഇറങ്ങണം. അതിന് മുന്നേ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ബെഡ് ഞാൻ ഓൾറെഡി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ലൂക്കാച്ച എഴുന്നേറ്റ് കഴിയുമ്പോൾ അവൻ പിന്നെ വരും. അപ്പം മടക്കി വെച്ചതെല്ലാം മാറ്റിക്കളയും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബെഡ് റെഡിയാക്കിയിട്ട് പുതപ്പൊക്കെ മടക്കി വെച്ച് കുറച്ച് തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒന്ന് ഒതുക്കി വെക്കണം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മേലും കഴുകിയിട്ട് ഇസക്കുട്ടീനെയും റെഡിയാക്കിയിട്ട് ഞാൻ റെഡിയായിട്ട് നമുക്കൊരു 10 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം. ലൂക്കിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ലൂക്കിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നാമത് മഴയാണ്, ഭയങ്കര പനിയും ജലദോഷമുള്ള സമയമാണ്. വെറുതെ കൊണ്ടുപോയിട്ട് അത് പിടിപ്പിച്ചുകൊണ്ട് വരണ്ടല്ലോ, കുഞ്ഞുള്ളതല്ലേ. അത് മാത്രമല്ല, അവനെ കൊണ്ടുപോയാൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും. ഒരാൾ അവൻ്റെ പുറകെ തന്നെ വേണം. അതുകൊണ്ടും കൂടിയാണ് അവനെ കൊണ്ടാകാത്തത്. ഞങ്ങൾ റെഡിയാവുന്ന കണ്ട അവന് കാര്യം പിടികിട്ട് എവിടേക്കെങ്കിലും പോകാനാന്ന്. സോ മമ്മി അവനെയും കൊണ്ട് മാറ്റി അപ്പുറത്തും കണ്ട് പോയി നിൽപ്പുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവനും റെഡി ആവണം, അവനെയും കൊണ്ട് പോകണം. പിന്നെ കരച്ചിലായി, ബഹളമായി, ആകെ പ്രശ്നവും. അപ്പോൾ പിന്നെ അവനെ മാറ്റി നിർത്തിയിട്ട് ആ സമയത്താട്ടോ ഞങ്ങൾ റെഡിയാവുന്നത്. അപ്പോൾ റെഡിയാവുന്നതും ഇറങ്ങുന്ന വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു, തിരക്ക് പിടിച്ചിറങ്ങി. സമയം ഒത്തിരി ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങി. എനിക്കൊന്ന് ATM പോകാനുണ്ടായിരുന്നു കേട്ടോ. ATM പോകാനായിട്ട് ATM ഫ്രണ്ടിലെത്തിയപ്പോൾ ദേ ഒരാൾ കിടക്കുന്നു. ഇപ്പം മൊത്തം പട്ടിയാണല്ലോ, പുറത്തിറങ്ങുമ്പോൾ എവിടെയാണേലും പട്ടി. പേടിയാവും കാണുമ്പോൾ തന്നെ. കണ്ട പാവമെന്നൊക്കെ തോന്നും, പക്ഷെ എങ്ങാനും കടിക്കാൻ വന്നാലോ. നമ്മൾ ഓരോ ന്യൂസൊക്കെ കേൾക്കുന്നതല്ലേ. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അത് ഭയങ്കര ടെൻഷനാണേ. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മുന്നേ ആയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അവളുടെ സോപ്പും ബോഡി ലോഷനും ചേഞ്ച് ചെയ്യണമെന്ന്. ഞാൻ സെറ്റാഫിലിൻ്റെ ബോഡി ലോഷനും ഹിമാലയയുടെ സോപ്പുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് ഡോക്ടർ എനിക്ക് ടെഡി ബാർ എന്ന കമ്പനിയുടെ ബോഡി ലോഷനും സോപ്പും കൂടെ തന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചോറ് കഴിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ നോക്കും വാട്ടർമെലൺ ഉണ്ട്. കുറേ നാളായി വാട്ടർമെലൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനല്ലേ ഞാൻ വാട്ടർമെലൺ എന്നൊക്കെ പറയുന്നത്, ബത്തക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, മഴയൊക്കെ അല്ലേ. ഇപ്പോൾ ലഞ്ചും കഴിഞ്ഞ് പിള്ളേരെ ഉറക്കിയിട്ട് എനിക്കൊന്ന് അക്ഷയയിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ അക്ഷയയിൽ പോവുകയാണേ. ചെറിയൊരു എനിക്ക് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനും പിന്നെ ഒരു കാർഡ് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. വീടിനടുത്ത് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ.
അങ്ങനെ അക്ഷയയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുള്ളൊരു ചായക്കടയിൽ വന്നിട്ട് കുറച്ച് പലഹാരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് പരിപ്പുവട ഭയങ്കര ഇഷ്ടമാണ്. ആ പരിപ്പുവട ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്തോ കാര്യത്തിന് ഇന്നും പരിപ്പുവട കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ സമൂസയും പപ്സും ബോണ്ടയ്ക്കയും കൊണ്ട് വീട്ടിൽ വന്നു. ഈ മൂന്നിൽ ഏതാ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് സമൂസയാണ് ഇഷ്ടം. ആ വെജിറ്റബിൾ മസാലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മൂന്നെണ്ണം ഞാൻ കഴിക്കുന്നൊന്നുമില്ല. സമൂസയും ഒരു പപ്സും കൂടെ കഴിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.